എല്ലാവർക്കും നമസ്കാരം. TVSRCയുടെ വൈശാഖ മാസത്തിൽ ശങ്കരദർശനം വെബിനാർ സീരീസിൽ ഇന്ന് പ്രൊഫസർ ഡോക്ടർ കെ ഭാരതി ടീച്ചർ നൽകുന്ന ശങ്കരൻ്റെ വൈഷ്ണവ ഭക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. ഇന്നലത്തെ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നുള്ളത്. എല്ലാവരെയും, പ്രത്യേകിച്ച് ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വരി അജിത്, വടക്കേ പെരിങ്ങോട്ടെല്ലാം കൈതപ്രാം. ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോത് ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്നലെ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പൊ അതില് വൈഷ്ണവമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു സംബന്ധമായിട്ടുള്ള സ്തോത്രങ്ങളെ കുറിച്ചാണ്, രണ്ട് സ്തോത്രങ്ങളെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. അച്യുതാഷ്ടകം, ഗോവിന്ദാഷ്ടകം എന്നുള്ളതായിട്ടുള്ള രണ്ട് സ്തോത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പാണ്ഡുരംഗാഷ്ടകം, ലക്ഷ്മി നൃസിംഹ കരാവലംബന സ്തോത്രം എന്നുള്ളതായിട്ടുള്ള രണ്ട് സ്തോത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അതില് മുഴുവൻ പറയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാണ്ഡുരംഗാഷ്ടകത്തില് തുടങ്ങാം. ഈ പാണ്ഡുരംഗൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പുരാണങ്ങളിലൊന്നും കേട്ടിട്ടില്ലാത്തതാണ്. പാണ്ഡുരംഗൻ എന്നുള്ളതായിട്ടുള്ള അവതാരം എന്നോ എന്താ പറയേണ്ടത് നിശ്ചയില്ല. ഏതായാലും പാണ്ഡുരംഗൻ എന്നുള്ളത് അവിടെ മഹാരാഷ്ട്രയില് പാണ്ഡർപൂർ എന്നുള്ളതായിട്ടുള്ള സ്ഥലത്ത് ഉള്ളതായിട്ടുള്ള ഒരു വിഠോബ എന്നുള്ളതായിട്ടുള്ള ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലുള്ളതായിട്ടുള്ള വിഷ്ണു പ്രതിഷ്ഠയെ ആണ് പാണ്ഡുരംഗൻ എന്ന് സാധാരണയായിട്ട് പറയണത്. അപ്പോൾ ആ ആദ്യത്തെ പ്രതിഷ്ഠ അവിടെ പാണ്ഡുരംഗൻ എന്നുള്ളതായിട്ടുള്ള ആശയം ഭഗവാനെ കുറിച്ച് തുടങ്ങിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നാണ് സങ്കല്പം. എത്രത്തോളം ശരിയാണ് അങ്ങനെയാണ് കേൾക്കുന്നത്. നമ്മളിപ്പോ ശങ്കരാചാര്യരെ കുറിച്ച് തന്നെ പല കഥകളും കേൾക്കുന്നുണ്ട്. ഏതൊക്കെ ശരിയെന്നുള്ളത് നമുക്ക് നിശ്ചയില്ല. എന്തൊക്കെ ആയാലും അതുമാതിരി ഉള്ളതായിട്ടുള്ള ഒരു ക്ഷേത്ര പ്രതിഷ്ഠയാണ് ഇത്, ഈ പാണ്ഡുരംഗന്റെ പ്രതിഷ്ഠ മഹാരാഷ്ട്രയിലുള്ളത്. അതിനുശേഷം പാണ്ഡുരംഗന്റെ പല ക്ഷേത്രങ്ങളും ദക്ഷിണേന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ മൂലമായിട്ടുള്ള പ്രതിഷ്ഠ ഈ ഇവിടെയാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കഥ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പാണ്ഡുരംഗൻ എന്നുള്ളതായിട്ടുള്ളൊരു ഭക്തൻ, വലിയ ഭക്തനായിട്ട് ഒരാളുണ്ടായിരുന്നു. ആ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു മഹർഷിമാരോടുകൂടി എത്തി എന്നും ആ സമയത്ത് ആ പാണ്ഡുരംഗൻ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു ഇഷ്ടിക ഇരിക്കാനായിട്ട്, ഭഗവാന് വിശ്രമിക്കാനായിട്ട് ഒരു ഇഷ്ടിക നീക്കി കൊടുത്തിട്ട് ഞാൻ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചതിന് ശേഷം വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന് വളരെ സന്തോഷമായി. മാതാപിതാക്കളോടുള്ളതായിട്ടുള്ള പാണ്ഡുരംഗന്റെ ശുശ്രൂഷയിലുള്ളതായിട്ടുള്ള താല്പര്യം കണ്ടപ്പോ അവിടെ തന്നെ വർത്തിച്ചു എന്നുള്ള, അങ്ങനെ അവിടെ നിന്നു, കാത്തു നിന്നു. അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെയാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്നും ഒരു കഥ ഉണ്ട്.
ഏതായാലും ആ പാണ്ഡുരംഗൻ എന്നുള്ളതായിട്ടുള്ള വിഷ്ണു സങ്കല്പം ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഉള്ളതായ ശങ്കരാചാര്യര് എഴുതിയിട്ടുള്ളതായിട്ടുള്ള സ്തോത്രമാണ്, അഷ്ടകമാണ്. 8 സ്തോത്രങ്ങൾ, 8 ശ്ലോകങ്ങളാണുള്ളത്. 9ാമത്തെ ശ്ലോകം ഫലശ്രുതിയായിട്ടും ഉണ്ട്. 1ാമത്തെ ശ്ലോകം മഹായോഗപീഠേ തടേ ഭീമരത്യാ വരം പുണ്ടരീകായ ദാതും മുനീന്ദ്രൈഃ സമാഗത്യ തിഷ്ഠന്തമാനന്ദഗന്ധം പരബ്രഹ്മലിംഗം ഭജേ പുണ്ടരീകം. മഹായോഗ തടേ ഭീമരഥ്യ, ഭീമരഥിയുടെ തടത്തിൽ തീരത്ത്, ഭീമരഥി എന്നുള്ളതായിട്ടുള്ള നദി മഹാരാഷ്ട്രയിലുള്ളതാണ്. അതിലുള്ളതായിട്ട് അതിന്റെ പക്കത്തായിട്ട് ഭീമരഥ്യ തടേ, ഭീമരഥി നദിയുടെ തീരത്ത് മഹായോഗപീഠേ, ഒരു മഹായോഗപീഠത്തിൽ, മഹായോഗികൾക്ക് വിളിക്കാവുന്നതായിട്ടുള്ള ഒരു പീഠത്തിൽ വരം പുണ്ടരീകായ ദാതും, പുണ്ടരീകായ വരം ദാതും, പുണ്ടരീകൻ എന്നുള്ളതായിട്ടുള്ള ഭക്തന് വരം നൽകാനായിട്ട് മുനീന്ദ്രൈഹി സമാഗത്യ, മുനീന്ദ്രന്മാരോടുകൂടി വന്നിട്ട്, മുനീന്ദ്രൈഹി സമാഗത്യ തിഷ്ഠന്തം, നിൽക്കുന്നതായിട്ടുള്ള, അവിടെ നിൽക്കുന്നതായിട്ടുള്ള രൂപമാണ് തിഷ്ഠന്തം. ആനന്ദഗന്ധം, ആനന്ദത്തിന്റെ വേര് ആയിട്ടുള്ള ഗന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് ആണ്. അതായത് ആനന്ദത്തിന്റെ ഇരിപ്പിടം ആയിട്ടുള്ള ആ ഭഗവാനെ, പരബ്രഹ്മലിംഗം, പരബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാനെ ഭജേ പുണ്ടരീകം, ആ പുണ്ടരീകനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഇനി തടിവാസസം നീലമേഘാവഭാസം രമാമന്ദിരം സുന്ദരം ചിത്പ്രകാശം വരം ത്വിഷ്ടകായം സമന്യസ്തപാദം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. തടിവാസസം, തടിത്തുപോലെ, മിന്നൽ പോലെയുള്ളതായിട്ടുള്ള മനോഹരമായ നിറത്തോടു കൂടിയ വസ്ത്രത്തെ ധരിച്ചവനും, നീലമേഘാവഭാസം, നീല നിറത്തിലുള്ളതായിട്ടുള്ള മേഘം പോലെ ശോഭിക്കുന്നതും, മേഘാവത്തിന്റെ ശോഭയോടുകൂടിയവനും, രമാമന്ദിരം, ലക്ഷ്മി ഭഗവതിയുടെ മന്ദിരം, ഗൃഹം ആയിട്ടുള്ള, വാസസ്ഥാനം ആയിട്ടുള്ള, ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ മാറത്താണല്ലോ. രമാമന്ദിരം സുന്ദരം, അതിസുന്ദരനായി, ചിത്പ്രകാശം, ചൈതന്യമാ, ചിത്ത ജ്ഞാനം എന്നുള്ളതാണ്. ആ ജ്ഞാനസ്വരൂപനായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള ചിത്പ്രകാശം, ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്നതും, വരം ശ്രേഷ്ഠനും, ഇഷ്ടകായാം സമന്യസ്തപാദം, ഇഷ്ടകയിൽ, അതായത് ഇഷ്ടകയിലായിട്ടാണ് പ്രതിഷ്ഠ എന്നാണ്. ഇഷ്ടകയിൽ സമന്യസ്തപാദനായിട്ട് 2 പാദങ്ങളും കൂട്ടി പിടിച്ച് ഇഷ്ടകയിൽ നിൽക്കുന്നതായി, ഇഷ്ടകം ഇഷ്ടിക തന്നെ, ഇഷ്ടികയിൽ നിൽക്കുന്നതായിട്ടുള്ള ആ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. അതാണ് അവിടെ പരന്തു ഇഷ്ടകായാം സമന്യസ്തപാദം, തുല്യമായി വയ്ക്കപ്പെട്ടതായ പാദങ്ങളോടുകൂടി പരബ്രഹ്മലിംഗം വർത്തിക്കുന്നതായിട്ടുള്ള പരബ്രഹ്മസ്വരൂപിയായ ഭജേ പാണ്ഡുരംഗം, പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു. ഇനി പ്രമാണം ഭവാബ്ധേരിതം മാമഗാനം നിതംബഃ കരാഭ്യം ധൃതോ യേന തസ്മാത് വിധാതുർവസത്യൈ ധൃതോ നാഭികോശ പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. പ്രമാണം ഭവാബ്ധേഃ ഇതം മാമഗാനാം, മാമഗാനാം എൻ്റെ ജനങ്ങൾക്ക്, അതായത് എൻ്റെ ഭക്തന്മാർക്ക്, ഭവാബ്ധേഃ ഭവമാകുന്ന സമുദ്രം പോലെയാണ്, അതികഠിനമായിട്ടുള്ള ഒരു സമുദ്രം പോലെയുള്ളതാണ് ഈ സംസാരം എന്നുള്ളത്. ഭവം എന്ന് വെച്ചാൽ സംസാരം തന്നെ, ജനന മരണം എന്നുള്ളതായിട്ടുള്ള ആവർത്തനം. അതാകുന്ന ഈ സമുദ്രത്തിൽ പ്രമാണം, അതിന്റെ പ്രമാണം ഇവിടെ വരെ ഉള്ളൂ എന്നുള്ളതാണ്. അതിന്റെ അതിര് ഇത്രത്തോളം ഉള്ളൂ എന്നുള്ളതാണ്. ഏതുവരെയാണ് അതിര്? ഇതി നിതംബ കരാഭ്യാം ധൃതോയേന തസ്മാത്, ഏന യാതൊരുവിനാലാണോ, തസ്മാത് അതുകൊണ്ട് ഇതുവരെ ഉള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ പാദങ്ങളെ സ്മരിക്കുന്നത് വരെ മാത്രമേ ഭവം ഉണ്ടാവുന്നുള്ളൂ, സംസാരം ഉണ്ടാവുന്നുള്ളൂ എന്നതുകൊണ്ട് 2 കൈയും നിതംബത്തിൽ വെച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠ എന്നാണ്. പാണ്ഡുരംഗന്റെ പ്രതിഷ്ഠ അങ്ങനെയാണ്. ഇത് 2 കൈയും നിതംബത്തിൽ അരക്കെട്ടിൽ വെച്ചുകൊണ്ടുള്ളതായാണ് പ്രതിഷ്ഠ. അങ്ങനെ അപ്പൊ അവിടെ അങ്ങനെ നിൽക്കണത് കൊണ്ട് ഇവിടം വരെ സംസാരമുള്ളൂ എന്ന് ഭക്തന്മാരെ അറിയിക്കുകയാണ് എന്നാണ്. അതായത്
സ്മരിച്ചാൽ തന്നെ മതി, ബാക്കിയൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ പാദങ്ങളെ സ്മരിക്കുമ്പോൾ ആ സംസാരം മുഴുവൻ ഇല്ലാതായി തീരും എന്ന് ഇതുവരെ ഉള്ളൂ അത് എന്ന്. സംസാര ദുഃഖം എന്നുള്ളത് ഇത്രത്തോളേ ഉള്ളൂ, ഇതുവരെ സ്മരിച്ചാൽ തന്നെ ഇല്ലാതാവും എന്ന് ഭക്തന്മാരെ അറിയിച്ചുകൊണ്ടെന്ന വണ്ണം നിൽക്കുന്നതായിട്ടുള്ള, അവിടെ വർത്തിക്കുന്നതായിട്ടുള്ള പരബ്രഹ്മലിംഗമായിട്ടുള്ള പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. പരബ്രഹ്മലിംഗം പിന്നെ വിധാതു വസത്യൈ ധൃതോ നാഭികോശ. ഇനി വിധാതു വസത്യൈ, വിധാതുവിനെ വസിക്കാനായിക്കൊണ്ട്, വിധാതാവ് ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ വാസസ്ഥാനമായിട്ട് ധൃതോ നാഭികോശ ധരിക്കുന്നു. ഏത് നാഭികോശം? നാഭിയിലുള്ളതായിട്ടുള്ള ആ കോശങ്ങളെ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിധാതാവിന് വാസസ്ഥാനമായിട്ട്. അവിടെ നിന്നുണ്ടാവുന്നതായിട്ടുള്ള താമരയിലാണല്ലോ അദ്ദേഹം വസിക്കുന്നത്. അപ്പൊ ആ നാഭി തന്നെയാണ് വാസസ്ഥാനം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ നാഭികോശത്തെ വാസസ്ഥാനമാക്കിയിട്ടുള്ള, വിധാതാവിന്റെ വാസസ്ഥാനമായിട്ട് നാഭിദേശത്തെ വഹിക്കുന്നതായിട്ടുള്ള ആ പരബ്രഹ്മലിംഗം, പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭജേ പാണ്ഡുരംഗം, പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്ന്. 4-ാമത്തെ ശ്ലോകം. പുര കൗസ്തുഭാലങ്കൃതം കണ്ഠദേശം കണ്ഠദേശേ ശ്രിയാജുഷ്ടകയൂരകം ശ്രീനിവാസം ശിവം ശാന്തമിഡ്യം പരം ലോകപാലം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. സ്ഫുര കൗസ്തുഭാലങ്കൃതം, സ്ഫുരത്താകുന്ന പ്രകാശിക്കുന്നതായിട്ടുള്ള പിന്നിത്തിളങ്ങുന്ന കൗസ്തുഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും, കൗസ്തുഭമണി കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും, കണ്ഠത്തിൽ കൗസ്തുഭമണിയെ ധരിക്കുന്നവനും, കണ്ഠത്തിൽ കൗസ്തുഭമണിയെ ധരിക്കുന്നവനും, ശ്രിയാജുഷ്ടകേയൂരകം, ലക്ഷ്മി ഭഗവതി ആ കേയൂരകത്തിൽ താങ്ങി കിടക്കുകയാണ് എന്നുള്ളതാണ്. ഭഗവാന്റെ തോളത്ത് കൈകളിൽ ഉള്ളതായിട്ടുള്ള കേയൂരകം, തോൾവള, ആ തോൾവളയിൽ ചാരി കൊണ്ടാണ് ഭഗവതി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ശ്രിയാജുഷ്ടകേയൂരകം. ലക്ഷ്മി ഭഗവതിയാൽ ജുഷ്ടമായ, സേവിക്കപ്പെടുന്നതായ കേയൂരകത്തോടു കൂടിയതും. കേയൂരകത്തിനെ സേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേയൂരകത്തിനെ താങ്ങായിട്ട്, അതിൽ താങ്ങി താങ്ങിയും കൊണ്ട് വിശ്രമിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവി എന്നുള്ളതാണ്. ശ്രിയാജുഷ്ടകേയൂരകം ശ്രീനിവാസം, ലക്ഷ്മിയുടെ വാസസ്ഥാനമായിട്ടുള്ളവനും, ശിവം ശിവസ്വരൂപനും, ശാന്തം ശിവം മംഗളസ്വരൂപൻ, ശാന്തം ശാന്തനും, ഈഡ്യം പൂജിക്കത്തക്കവനും, ഈഡ്യം വരം ശ്രേഷ്ഠനും, ലോകപാലനും ആയിട്ടുള്ള പരബ്രഹ്മലിംഗം, പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്ന്. ഇനി ശരചന്ദ്രബിംബാനനം ചാരുഹാസം ലസത്കുണ്ടലാക്രാന്തഗണ്ഡസ്ഥലാന്തം ജപാരാഗബിംബാധരം കഞ്ചനേത്രം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. ശരചന്ദ്രബിംബാനനം, ശരത്കാലത്തെ ചന്ദ്രബിംബത്തെ പോലെയുള്ളതായിട്ടുള്ള ആനനത്തോടു കൂടിയവൻ. ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രൻ, ശരത്കാലത്തുള്ളതായിട്ടുള്ള ചന്ദ്രനാണ് ഏറ്റവും മനോഹാരിക എന്നാണ് പറയുക. അവിടെ മേഘങ്ങളൊന്നുമില്ല, വളരെ തെളിഞ്ഞിട്ടുള്ളതായിട്ടുള്ള അടുത്ത് കാണുന്നതായിട്ടുള്ള ചന്ദ്രനാണ് ശരത്കാലത്ത് ഉണ്ടാവുക. അപ്പോ ആ ശരത്കാലത്തെ ചന്ദ്രബിംബം പോലെ ഉള്ള മുഖത്തോടു കൂടിയവനും ആനനത്തോടു കൂടിയവനും, ശരചന്ദ്ര ബിംബാനനം ചാരുഹാസം, മനോഹരമായ ഹാസം പുഞ്ചിരിയോടു കൂടിയവനും, ലസത് കുണ്ടലാക്രാന്ത ഗണ്ഡസ്ഥലാന്തം, ലസത്തായിരിക്കുന്ന തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ കൊണ്ട് ആക്രാന്തമായ ആക്രമിക്കപ്പെട്ടതായ ഗണ്ഡസ്ഥലത്തിന്റെ അന്തഭാഗം. ഗണ്ഡസ്ഥലം കവിളം, കവിളിന്റെ അറ്റത്ത് കുണ്ടലങ്ങള് തൂങ്ങി കിടക്കുന്നുണ്ട്. കാതിലുള്ളതായിട്ടുള്ള കുണ്ടലങ്ങള് കവിളിൽ ആടുന്നുണ്ട്. അപ്പൊ ആ അതാണ് കവിളിന്റെ അഗ്രഭാഗം എന്ന് പറയുന്നത്. അറ്റം, കവിളിന്റെ അറ്റത്താണല്ലോ കാത് ഉള്ളത്. അപ്പൊ ആ കാതിൽ നിന്ന് തൂങ്ങുന്നതായിട്ടുള്ള കുണ്ടലങ്ങള് കവിളിൽ തട്ടിക്കൊണ്ടാണ് കിടക്കുക. അപ്പൊ അങ്ങനെ ആ കവിളിന്റെ അഗ്രഭാഗത്തോട് അറ്റത്തോടു കൂടിയത് എങ്ങനെയുള്ളത്? ലസത് കുണ്ടലാക്രാന്തം, ലസത്തായിരിക്കുന്ന പ്രകാശിക്കുന്ന കുണ്ടലങ്ങളെ കൊണ്ട് ആക്രാന്തമായിട്ടുള്ള, ആക്രാന്തം എന്ന് വെച്ചാൽ അവിടെ ആക്രമിക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല.
സ്പർശിക്കപ്പെടുന്ന എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആക്രാന്ത ഗണ്ഡസ്ഥലാന്തം ജപാരാഗ ബിംബാഭരം. ജപാപുഷ്പം ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവിന്റെ രാഗത്തോടു കൂടിയ നിറത്തോടു കൂടിയ തുമപ്പ് നിറം എന്നുള്ളതാണ്. ജപാരാഗ ബിംബാഭരം, ബിംബം പോലെയുള്ളതായിട്ടുള്ള അധരം, ബിംബാഭരം. ജപാരാഗ ബിംബാഭരം കഞ്ചനേത്രം. കം എന്നുള്ളത് ഇന്നലെ പറയുകയുണ്ടായി. കം എന്ന് വെച്ചാൽ ജലം എന്നർത്ഥമുണ്ട്. കഞ്ചം താമര, ജലജം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേമാതിരി കഞ്ചം എന്ന് താമരയുടെ പര്യായാണ്. കഞ്ചനേത്രം താമര ദളം പോലെ. കഞ്ചം താമര പോലെയുള്ള കണ്ണ് എന്ന് പറഞ്ഞാലും താമരദളം ആണ്, താമരയുടെ ദളമാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. ആ താമരദളം പോലെയുള്ളതായിട്ടുള്ള, താമരയുടെ ഇതള് പോലെയുള്ളതായിട്ടുള്ള മനോഹരമായ നീണ്ട നേത്രങ്ങളോടുകൂടിയവനും പരബ്രഹ്മലിംഗം, പരബ്രഹ്മസ്വരൂപനും ആയിട്ടുള്ള ആ പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്ന്. കിരീടോജ്വൽ സർവദിക് പ്രാന്തദേശഭാഗം സുരൈരർച്ചിതം ദിവ്യരത്നൈരനർഘൈ ത്രിഭംഗാകൃതിം ബർഹമാല്യാവലംബം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. കിരീടോജ്വലൽ സർവദിക് പ്രാന്തഭാഗം. കിരീടം കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള, പ്രകാശിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കിരീടം കൊണ്ട്, ആ കിരീടത്തിലെ മണികളെ കൊണ്ട്, രത്നങ്ങളെ കൊണ്ട് സർവ്വ ദിക്കുകളുടെയും അഗ്രം വരെ, ദിക്കുകളുടെ ദിഗന്ധങ്ങൾ വരെ പ്രകാശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കിരീടോജ്വലൽ സർവദിക് പ്രാന്തഭാഗം. ദിക്കുകളുടെ പ്രാന്തഭാഗങ്ങളെ, സമീപ പ്രദേശങ്ങളൊക്കെ ആ കിരീടത്തിന്റെ ശോഭ കൊണ്ട് അത്രത്തോളം ശോഭയുണ്ട് കിരീടത്തിന് എന്നുള്ളതാണ്. കിരീടോജ്വലൽ സർവദിക് പ്രാന്തഭാഗം സുരൈരർച്ചിതം ദിവ്യരത്നൈഹി അനർഘൈഹി. സുരൈഹി അർച്ചിതം, ദേവന്മാർ പോലും അർച്ചിക്കുന്നു. എന്തുകൊണ്ടാണ്? ദിവ്യരത്നൈഹി. അവിടെ പുഷ്പങ്ങളൊന്നുമല്ല, ദിവ്യങ്ങളായിട്ടുള്ള രത്നങ്ങളെ കൊണ്ടാണ് ദേവന്മാര് അർച്ചിക്കുന്നത് എന്നാണ്. ദിവ്യരത്നൈഹി അനർഘൈഹി. അനർഘങ്ങളായിട്ടുള്ള ദിവ്യരത്നങ്ങൾ. അനർഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിലപിടിപ്പുള്ളതായിട്ടുള്ള, ഇത്രയാണ് വില എന്ന് പറയാൻ വയ്യാത്തതായിട്ടുള്ള രത്നങ്ങൾ എന്നുള്ളതാണ്. അനർഘൈഹി ദിവ്യരത്നൈഹി. അനർഘങ്ങളായിട്ടുള്ള ദിവ്യരത്നങ്ങളെ കൊണ്ട് ദേവന്മാർ അർച്ചിക്കുന്നതും ദേവന്മാരാൽ അർച്ചിക്കപ്പെടുന്നതും. ത്രിഭംഗാകൃതി, 3 ഭംഗത്തോടു കൂടിയതായ ആകൃതി എന്നാണ്. എന്താ ഈ 3 ഭംഗത്തോടു കൂടിയ ആകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്ടികയിലാണ് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞു അല്ലേ? പാണ്ഡുരംഗൻ ഇഷ്ടികയിലാണ് വർത്തിക്കണത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ആ ഇഷ്ടികയിലെ കാല് രണ്ടും ആക്കി നിർത്തുമ്പോൾ ആ മുട്ട് 1-2 ഭാഗത്തേക്കും ഒടിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ കൊണ്ട് നേരെ നിവർന്ന് നിൽക്കുകയല്ല ചെയ്യണത് എന്നുള്ളതാണ്. അവിടെ പ്രതിഷ്ഠ അങ്ങനെയാണെന്നാണ്. ആ 2 കാലും ഒന്ന് വളഞ്ഞിട്ടാണ്, അതായത് മുട്ടിന്റെ അവിടെ ഒന്ന് ഒടിഞ്ഞുകൊണ്ട്, മുട്ട് 2 ഭാഗത്തേക്ക് വാങ്ങും, ഒന്ന് മടങ്ങിക്കൊണ്ടാവൂലോ, അതാണ്. മുട്ടൊന്ന് മടങ്ങിയിട്ടുണ്ട്. മുട്ടൊന്ന് മടങ്ങുമ്പോൾ ആ മുട്ട് വരെയുള്ളതായിട്ടുള്ള ഭാഗത്ത് ഒരു ഭംഗം, മുട്ടിന്റെ മീതെ അരക്കെട്ട് വരെയുള്ളതായിട്ടുള്ള ഭാഗത്ത് ഒരു ഭാഗം, പിന്നെ അതിന്റെ മീരെയുള്ളത് ഒരു ഭാഗം. അങ്ങനെ ത്രിഭംഗമായിട്ടാണ് അവിടെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. അതാണ് ത്രിഭംഗാകൃതിം ബർഹമാല്യ അവലംബം. ബർഹമാല, ബർഹം വെച്ചിട്ടുണ്ടെങ്കിൽ മയിൽപ്പീലി. ആ മയിൽപ്പീലി കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ആയിട്ടുള്ള പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. പരബ്രഹ്മലിംഗമായിട്ടുള്ള പാണ്ഡുരംഗനെ ഞാൻ, പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്ന്. വിഭും വേണുനാദം ചരന്തം ദുരന്തം സ്വയം ലീലയാ ഗോപവേഷം ദധാനം ഗവം വൃന്ദകാനന്ദദം ചാരുഹാസം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. വിഭു സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ വിഷ്ണു എന്നുള്ള പദത്തിന്റെ അർത്ഥം നില പറയണ്ടായി. ആ വിഭുവാണ്, സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ്. അത് എവിടെയും സാന്നിധ്യം ഇല്ലാതെ കണ്ടില്ല. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാത്തതായിട്ട് ഒരു ദിക്കും ഒരു പ്രദേശവും ഇല്ല. അപ്പൊ അങ്ങനെ വിഭുവായിട്ടുള്ള വിഭും വേണുനാദം ചരന്തം, വേണുനാദത്തെ ഉണ്ടാക്കിക്കൊണ്ട് കുടക്കുഴൽ വിളിക്കുന്നത്. ചരന്തം എന്നുള്ളത് അവിടെ നടത്തുന്ന എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാണ്ട് സ്വയം നടക്കുക എന്നുള്ള അർത്ഥമില്ല. വേണുനാദം ചരന്തം, വേണുനാദത്തെ ഉത്പാദിപ്പിക്കുന്നവനും കുടക്കുഴൽ വിളിക്കുന്നവനും. ദുരന്തം, അന്തം ഇല്ലാത്തവനും. അന്തം വെച്ചാൽ അവസാനം. ഭഗവാൻ ഒരു അവസാനമില്ല, നിത്യനാണ് ഭഗവാൻ എന്നുള്ളതാണ്.
സ്വയം ലീലയാ ഗോപവേഷം ദധാനം. ഗോപവേഷം ധരിച്ചിട്ടുണ്ട്. അതായത് ഭഗവാൻ ഇങ്ങനെ വിഭുവാണ്, സർവത്ര വ്യാപിച്ചു കിടക്കണതാണ് എന്നുണ്ടെങ്കിലും ഗോപവേഷം ധരിച്ചിട്ടുണ്ട്. ഗോപവേഷം ധരിച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഗോപവേഷം ധരിച്ചിരിക്കുന്നത് ലീലയായിട്ടാണ് ഗോപവേഷം ധരിച്ചത് മുഴുവനെ, അല്ലാതെ കണ്ട ആവശ്യത്തിനൊന്നുമല്ല. ആ തൻ്റെ ഒരു ലീല എന്നുള്ള തരത്തിൽ ആണ് ഈ ഗോപവേഷം ധരിച്ചുകൊണ്ട് അവതരിച്ചത് എന്നുള്ളതാണ്. ഗവാം വൃന്ദക ആനന്ദതം. ഗവാം വൃന്ദകം, ഗോക്കളുടെ വൃന്ദത്തിന്, സമൂഹത്തിന്, വൃന്ദകം സമൂഹം തന്നെ. ഗവാം വൃന്ദകം, ഗോക്കളുടെ വൃന്ദകം സമൂഹത്തിന് ആനന്ദതം, ആനന്ദത്തെ നൽകുന്ന, ഗോക്കൾക്കൊക്കെ ആനന്ദം നൽകുന്നവനും, ചാരുഹാസം, മനോഹരമായ ഹാസത്തോടു കൂടിയവനും, പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം, പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്നത്. അജം രുക്മിണി പ്രാണസഞ്ജീവനം തം പരം ധാമ കൈവല്യമേകം തുരീയം പ്രപന്നം പ്രപന്നാർത്തിഹം ദേവദേവം പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം. എല്ലാ ശ്ലോകങ്ങളും അങ്ങനെ പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം എന്നുള്ളതായിട്ടുള്ള ഇതിലാണ് അവസാനിക്കുന്നത്. 4ാമത്തെ വരി അങ്ങനെയാണ്. അജം രുക്മിണി പ്രാണസഞ്ജീവനം. അജം, ജനനമില്ലാത്തവനാണ് ഭഗവാന്. ജനനമില്ല, ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നുള്ളത്. അജം രുക്മിണി പ്രാണസഞ്ജീവനം. രുക്മിണിയുടെ പ്രാണങ്ങൾക്ക് സഞ്ജീവനമായിട്ടുള്ള ആ ഇതായിട്ടുള്ള രുക്മിണിയുടെ പ്രാണങ്ങൾക്ക് ജീവൻ നൽകുന്നത്, അതിന് ശക്തി നൽകുന്നത് രുക്മിണി പ്രാണസഞ്ജീവനം തം, അപ്രകാരമുള്ളതായ അദ്ദേഹത്തെ, ആ ഭഗവാനെ, പരംധാമ, പരമായിട്ടുള്ള ധാമം, എല്ലാവരുടെയും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പ്രാപ്യസ്ഥാനം ആണ് ഭഗവാൻ എന്നുള്ളതാണ്. പരംധാമ കൈവല്യം ഏകം തുരീയം. ഏതാണ് ആ ധാമം? കൈവല്യം, കേവല രൂപമായിട്ടുള്ള, വേറെ ഒന്നുമില്ലാത്തതായിട്ടുള്ള അവസ്ഥ. ഭഗവാനിൽ തന്നെ ഏകീഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, പ്രപഞ്ചം എന്നുള്ളതൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ പരംധാമ കൈവല്യം, കൈവല്യ സ്വരൂപമായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ധാമം, വാസസ്ഥാനം, ഏകം തുരീയം, അതൊന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഭഗവാന്റെ ഭഗവാൻ എന്നുള്ളത് അത് തന്നെയാണ് ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധാമം എന്നാണ്. തുരീയം, അവസാനത്തെ 4ാമത്തേതായിട്ടുള്ള അവസ്ഥ. തുരീയമായിട്ടുള്ള അവസ്ഥയിലാണ് ആ ഭഗവാന്റെ ഐക്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 4 അവസ്ഥകളാണ് ഉള്ളത് എന്നാണ് പറയണത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, പിന്നെ ഈ തുരീയാവസ്ഥ. ജാഗ്രത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അനുഭവിക്കുന്നതായിട്ടുള്ള, നമ്മളൊക്കെ ഇപ്പൊ ആ ജാഗ്രത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. ഇന്ദ്രിയങ്ങൾ കാണാനും കേൾക്കാനും ഒന്നും സാധിക്കില്ല. പക്ഷേ നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് അന്ധകരണത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കും. ആ അവസ്ഥയാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ആ സമയത്ത്. പിന്നെ സുഷുപ്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അന്ധകരണവും പ്രവർത്തിക്കില്ല എന്നുള്ളതായിട്ടുള്ള അവസ്ഥയാണ് സുഷുപ്തി എന്നുള്ളതായിട്ടുള്ള അവസ്ഥ. അവിടെ അന്ധകരണത്തിനും പ്രവൃത്തിയില്ല എന്നുള്ളതാണ്. അതിൽ ഈ അന്ധകരണത്തിനും പ്രവൃത്തിയില്ല, സുഷുപ്തിക്കും പ്രവൃത്തിയില്ല, അതവിടെ ബുദ്ധിയില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞു. പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിനോട് ഒന്നിച്ചുള്ളതാണ്. ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസ്ഥ, ഈ ആത്മാവും കൂടി ഇല്ലാതെ കണ്ടായിത്തീരുന്നതായിട്ടുള്ള, വേറെ എന്നുള്ളതായിട്ടുള്ള ആത്മാവും കൂടി ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് തുരീയ അവസ്ഥ എന്ന് പറയണത്. ആ തുരീയാവസ്ഥയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനും ആത്മാവ് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനെ തുരീയം, പ്രസന്നം, പ്രസന്നനായിട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. അപ്പോ പ്രപന്നാർത്തിഹം, പ്രപന്നന്മാരുടെ എല്ലാ ദുഃഖത്തെയും ഹനിക്കുന്നതായിട്ടുള്ള ആർത്തിക, ആർത്തിയെ ഹനിക്കുന്നവൻ, പ്രപന്നന്മാരുടെ ആർത്തിയെ, ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നതായ ദേവദേവം, ദേവദേവനായിട്ട്, ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ആ പരബ്രഹ്മലിംഗം, പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള പാണ്ഡുരംഗം ഭജേ, പാണ്ഡുരംഗനെ ഞാൻ ഭജിക്കുന്നു എന്ന്.
സ്തവം ഇനി ഫലശ്രുതിയാണ് അടുത്ത ശ്ലോകത്തില്. സ്തവം പാണ്ഡുരംഗസ്യ വൈ പുണ്യദം യേ പഠന്തേകചിത്തേന ഭക്ത്യാ ച നിത്യം ഭവംഭോനിധിം തേ വിതീർത്വാന്തകാലേ ഹരേരാലയം ശാശ്വതം പ്രാപ്നുവന്തി. സ്തവം പാണ്ഡുരംഗസ്യ, പാണ്ഡുരംഗനെ കുറിച്ചിട്ടുള്ളതായ ഈ സ്തവം പാണ്ഡുരംഗസ്യ വൈ പുണ്യദം, പുണ്യത്തെ നൽകുന്നതായിട്ടുള്ള ഈ സ്തവം, പുണ്യദം യേ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ സ്തോത്രത്തെ യേ അവരാണോ ഏകചിത്തേന മറ്റൊന്നിലും ചിന്ത ഇല്ലാതെ കണ്ട് ഏകചിത്തേന ഇതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പഠന്തി ചൊല്ലുന്നത് ആരാണോ ഭക്തിയാച ഭക്തിയോടു കൂടിയിട്ട് ഏകചിത്തത്തോടും ഭക്തിയോടും കൂടി ആരാണോ ഇത് ഉച്ചരിക്കുന്നത് പഠിക്കുന്നത് നിത്യം എന്ന് നിത്യവും ഇത് ചെല്ലുക എന്നുള്ളതാണ്. ഭവാംഭോനിധിം തേ വിധിർത്വാ തേ അവർ ഭവാംഭോനിധിം ഭവമാകുന്ന അംഭോനിധി സമുദ്രം, അംഭസ് വെള്ളം, വെള്ളത്തിന്റെ നിധി സമുദ്രം, അംഭോനിധിം ഭവമാകുന്ന സംസാരമാകുന്ന ഈ സാഗരത്തെ സമുദ്രത്തെ മറുകര കടന്ന് വിതീർത്വാ തരണം ചെയ്തിട്ട് അന്തകാലേ അവസാനത്തിൽ മരണസമയത്ത്, അതായത് അതുവരെ ഉള്ളതായിട്ടുള്ള ജീവിതം ഉണ്ടായി കഴിഞ്ഞാലും ആ അവസാന കാലത്തെ മരണം എന്നുള്ളതായിട്ടുള്ള അത് വരുമ്പോ അവിടെ ഈ പിന്നെ ജീവിക്കാൻ പിന്നെ ജനനം ഇല്ലാത്ത വിധത്തിൽ ഈ അംഭോനിധിയെ സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു, പിന്നെ ജനനം ഇല്ലാതെയാവും എന്നർത്ഥം. ഹരേരാലയം ശാശ്വതം പ്രാപ്നുവന്തി അങ്ങനെ എന്നെ തരണം ചെയ്തിട്ട് ഹരിയുടെ ആലയമായിട്ടുള്ള ആ സ്ഥിരമായിട്ടുള്ള വൈകുണ്ഠത്തെ തന്നെ പ്രാപിക്കുന്നു. ആ പാണ്ഡുരംഗാഷ്ടകം അവിടെ അവസാനിച്ചു. ഇനി അടുത്തത് ലക്ഷ്മി നൃസിംഹ കരാവലംബ സ്തോത്രം എന്നുള്ളതാണ്. ഈ ലക്ഷ്മി നൃസിംഹം എന്ന് പറയുമ്പോൾ ലക്ഷ്മി സഹിതനായിട്ടുള്ള നരസിംഹമൂർത്തി, ആ നരസിംഹമൂർത്തിയെ നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് വന്നതായിട്ടുള്ള ആ ഘോരരൂപിയായിട്ടുള്ള നരസിംഹത്തെയാണ് തോന്നുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കാരുണ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കുക എന്നുള്ളതായിട്ടുള്ള കാരുണ്യത്തോടു കൂടിയതായിട്ടുള്ള ആ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ലക്ഷ്മി സഹിതനായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെ ഭജിക്കുന്നു എന്നുള്ളതാണ്. ആ നരസിംഹമൂർത്തിയെ കുറിച്ചുള്ളതാണ് ഈ സ്തോത്രം മുഴുവന്. അതായത് അവിടെ നരസിംഹാവതാരം എന്ന് പറയുമ്പോൾ അവിടെ ആ ക്രൗര്യം അല്ല പ്രാധാന്യം, അതിനെയാണ് പലപ്പോഴും വർണ്ണിക്കുന്നത്. എങ്കിലും അവിടെ പ്രാധാന്യം അതല്ല. ആ ഒടുക്കം ബ്രഹ്മാവ് കുട്ടിയെ ബാലനെ തന്നെ ഭഗവാന്റെ കോപം അടക്കാനായിട്ട് വേറെ ഒരു നൃത്തി കാണാനായിട്ടുണ്ടായപ്പോ പ്രഹ്ലാദനോട് തന്നെ പറയുകയാണ് ഭഗവാന്റെ കോപം ഒന്ന് ശമിപ്പിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രഹ്ലാദിനെ അങ്ങോട്ട് കാണുമ്പോൾ ആ ശൗര്യമൊക്കെ മാറി ഭഗവാന്റെ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ ലക്ഷ്മി സഹിതനായിട്ടുള്ള ഭഗവാനെയാണ് ഇവിടെ ലക്ഷ്മി നൃസിംഹൻ എന്ന് പറയണത്. അദ്ദേഹത്തിന്റെ കരാവലംബം, കൈകളുടെ അവലംബം താങ്ങ്, ആ താങ്ങിനെ ഭജിച്ചും കൊണ്ടുള്ളതാ സ്തുതിച്ചും ഇതായിട്ടുള്ളതായി യാചിച്ചുകൊണ്ടുള്ളതാണ് ഈ സ്തോത്രം. കരാവലംബം ദേഹി കരാവലംബം മമ ദേഹി കരാവലംബം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ കൈകൊണ്ടുള്ളതായിട്ടുള്ള ഒരു താങ്ങ്, ഒരു കൈത്താങ്ങ് എനിക്ക് തന്നാലും എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ സ്തുതിയിൽ മുഴുവനുള്ളത്. ശ്രീമത് പയോനിധി നികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണിരാജിത പുണ്യമൂർത്തേ യോഗീശ ശാശ്വത ശരണ്യ ഭവാബ്ധിബോധ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. ശ്രീമത് പയോനിധി നികേതന, ശ്രീമത്തായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞതായിട്ടുള്ള പയോനിധി സമുദ്രം, ആ സമുദ്രമാകുന്ന നികേതത്തോടു കൂടിയ വാസസ്ഥാനത്തോടു കൂടിയ സമുദ്രത്തിൽ വസിക്കുന്നതായിട്ടുള്ള അനന്തശയനായിട്ട് സമുദ്രത്തിൽ പാലാഴിയിൽ അനന്തത്തിന്റെ മുകളിൽ ശയിക്കുന്നതായിട്ടുള്ള അല്ലയോ ചക്രപാണി, ചക്രപാണിയായ ഭഗവാനെ. ഭോഗീന്ദ്രഭോഗ മണിരാജിത, ഭോഗീന്ദ്രന്റെ ആ ഭോഗീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അനന്തശേഷൻ തന്നെ, ആദിശേഷൻ തന്നെ. ആ ഭോഗീന്ദ്രന്റെ ഭോഗം ശരീരം,
ഭോഗീന്ദ്രന്റെ ഭോഗം എന്ന് വെച്ചാൽ ശരീരം. ആ പാമ്പിന്റെ ശരീരത്തിൽ ഉള്ളതായിട്ടുള്ള മണികളെ കൊണ്ട്, രത്നങ്ങളെ കൊണ്ട് രാജിതമായ ശോഭിക്കുന്നതായിട്ടുള്ള പുണ്യമൂർത്തെ, പുണ്യമായിട്ടുള്ള ശരീരത്തോടു കൂടിയതായ അല്ലയോ ഭഗവാനെ. ഭഗവാന്റെ ശരീരത്തിൽ മുഴുവൻ ഈ പാമ്പിന്റെ ഭോഗത്തിലുള്ളതായിട്ടുള്ള ആ ശരീരത്തിലുള്ളതായിട്ടുള്ള രത്നങ്ങളൊക്കെ പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശം കൊണ്ട് ഭഗവാന്റെ ശരീരം മുഴുവൻ ശോഭിക്കണു എന്നുള്ളതാണ്. ഭോഗീന്ദ്ര ഭോഗ മണിരാജിത പുണ്യകീർത്തേ. ഭോഗീന്ദ്രന്റെ ഭോഗത്തിൽ നിന്ന് ശരീരത്തിലുള്ളതായിട്ടുള്ള തലയില് ഉള്ളതായിട്ടുള്ള രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള പുണ്യമായ ശരീരത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ. യോഗീശ, യോഗികളിൽ വെച്ച് ഈശ്വരനായിട്ടുള്ളതായ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി ആയിട്ടുള്ള, ശാശ്വത സ്ഥിരം ആയിട്ടുള്ള എന്നും ഉള്ളതായ ആദിയും അന്ത്യവും ഇല്ലാത്തതായ ശാശ്വതനായ, ശരണ്യ എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ യോഗ്യനായ, ശരണ്യ ഭവാബ്ധിബോധ ഭവമാകുന്ന അബ്ധിയെ കടക്കുന്നതിനുള്ളതായ ബോധം വഞ്ചി ഭവമാകുന്ന, ഭവം എന്ന് വെച്ചാൽ സംസാരം, സംസാരമാകുന്ന അഗ്നിയെ തരണം ചെയ്യുന്നതിന് പറ്റിയതായ ബോധമായ വഞ്ചിയായിട്ടുള്ള ലക്ഷ്മി നൃസിംഹ അല്ലയോ ലക്ഷ്മി സഹിതനായിട്ടുള്ള നൃസിംഹമൂർത്തേ. മമദേഹി കരാവലംബം, എനിക്ക് കരാവലംബത്തെ നൽകിയാലും കൈത്താങ്ങിനെ നൽകിയാലും എന്ന്. ബ്രഹ്മേന്ദ്ര രുദ്രമരുതർക്ക കിരീടകോടി സംഘട്ടിത അംഘ്രികമലാമല കാന്തികാന്ത. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ദേവേന്ദ്രൻ, ബ്രഹ്മ, ഇന്ദ്ര, രുദ്രൻ, ശിവൻ, മരുത്തുകൾ, അർക്കൻ, മരുത്തുകൾ എന്നുള്ളതായിട്ടുള്ള ദേവസമൂഹം, അർക്കൻ, സൂര്യൻ, ഇവരുടെയൊക്കെ, അതായത് ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ പേര് എല്ലാവരുടെയും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എല്ലാ ദേവന്മാരുടെയും സർവ്വദേവകഥകളുടെയും ബ്രഹ്മേന്ദ്ര രുദ്ര മരുതർക്ക കിരീടകോടി, അവരുടെ കിരീടങ്ങളുടെ അഗ്രഭാഗം, കോടിച്ച അഗ്രഭാഗം, കിരീടങ്ങളുടെ കോടി കൊണ്ട് അഗ്രഭാഗം കൊണ്ട് സംഘട്ടിത അംഘ്രികമല, സംഘട്ടിതമായിട്ടുള്ള അവര് എല്ലാവരും നമസ്കരിക്കാനായിട്ട്, ഭഗവാനെ നമസ്കരിക്കാനായിട്ട് എല്ലാ ദേവതകളും എത്തിച്ചേരുമ്പോൾ അവരുടെ കിരീടങ്ങളൊക്കെ അന്യോന്യം സംഘടന കൂട്ടിമുട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ കിരീടങ്ങളൊക്കെ അന്യോന്യം കൂട്ടിമുട്ടുമ്പോൾ സംഘട്ടിത അംഘ്രികമല, അങ്ങനെയുള്ളതായിട്ടുള്ള അംഘ്രികമലത്തോടു കൂടിയ, അംഘ്രിച്ച പാദം, ആ പാദകമലം, പാദ സരോരുഹം, താമര പോലെയുള്ളതായിട്ടുള്ള താമര പാദങ്ങളോടുകൂടിയ അല്ലയോ ഭഗവാനെ. ഇനി അത് കമല, അംഘ്രികമല എന്നുള്ള വേറെ ഇതാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അംഘ്രികമല അമലകാന്തി കാന്ത എന്ന് ഒന്നിച്ചായാലും വിരോധമൊന്നുമില്ല. അമലകാന്തി, അമലമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള കാന്തി കൊണ്ട് കാന്തനായിട്ടുള്ള, മനോഹരനായിട്ടുള്ള, അതായത് അമലകാന്തി കാന്ത എന്നുള്ളത് ഭഗവാന്റെ ഒന്നിച്ചുള്ളതായിട്ടുള്ള കാന്തി ആയിട്ട് എടുക്കാനും വിരോധമില്ല. അല്ലെങ്കിൽ ഈ പാദങ്ങൾക്ക് ഇവരുടെ കിരീടങ്ങൾ പാദങ്ങളിൽ അർപ്പിക്കപ്പെടുമ്പോൾ അത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ കിരീടം പാദങ്ങളിൽ തൊടണമെന്നുണ്ടെങ്കിൽ നമസ്കരിക്കലാണ്. എല്ലാവരും നമസ്കരിക്കുമ്പോൾ കിരീടങ്ങളൊക്കെ കൂട്ടിമുട്ടി ഉണ്ടാകുന്നതായിട്ടുള്ള അംഘ്രികൾ കൊണ്ട് അംഘ്രികമലത്തോടുകൂടി അമലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാന്തിയോടുകൂടിയ എന്ന് ഒന്നിച്ചൊരു സംബോധനയാവാം. അതല്ല രണ്ടായാലും വിരോധമില്ല. ലക്ഷ്മീരസത് കുചസരോരുഹ രാജഹംസ. ലക്ഷ്മീരസത് കുചസരോ, ലക്ഷ്മിയെ കൊണ്ട് ലക്ഷ്മി ഭഗവതിയെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള, ലസത്തായിരിക്കുന്ന ശോഭിക്കുന്നതായിട്ടുള്ള കുച സരോരുഹം, കുചസരോരുഹം, കുചങ്ങള്, സ്തനങ്ങള്, ആ സ്തനങ്ങളാകുന്ന സരോരുഹം, ആ സരോരുഹം താമര, ആ താമര കുചങ്ങളാകുന്ന സരോരുഹത്തിൽ വിലസുന്നതായിട്ടുള്ള രാജഹംസം അരയന്നം സുതേ. താമര വളരെ ഇഷ്ടമുള്ളതാണ്, താമരകള് ഇഷ്ടമുള്ളതാണ് അരയന്നങ്ങൾക്ക് എന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഭഗവാനാകുന്ന രാജഹംസത്തിന് ഭഗവാനെ ഒരു രാജഹംസമായിട്ട് കൽപ്പിക്കുകയാണ്. അപ്പൊ ആ രാജഹംസം എവിടെയാണ് വിലസിക്കുന്നത്, എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ, വിളങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മിയുടെ കുചത്തിലാണ്. ലക്ഷ്മി കുചത്തിങ്ങളിൽ വിലസുന്നതായിട്ടുള്ള ലക്ഷ്മി കുജങ്ങളാകുന്ന താമര, ആ ലക്ഷ്മി കുജങ്ങളെ താമരയായിട്ട് വർണ്ണിക്കുന്നു. അതിൽ
വർത്തിക്കുന്നതായിട്ടുള്ള ആ രാജഹംസമായിട്ട് ഭഗവാനെ വർണ്ണിക്കുന്നു. ആ കുജങ്ങളിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം. ലക്ഷ്മീ നൃസിംഹ ലക്ഷ്മീ ലസത് കുച സരോരുഹ രാജഹംസ ലക്ഷ്മീ നൃസിംഹ മമ ദേവി ദേഹി കരാവലംബം, എനിക്ക് കരാവലംബത്തെ നൽകിയാലും എന്ന്. അപ്പൊ അവിടെ ഓരോന്നിനെയും ഓരോ തരത്തിലാണ് പറയണത് ഇനി എന്നുള്ളത്. എല്ലാറ്റിലെയും സംസാരം എന്നുള്ളതായിട്ടുള്ള എഴുതിയുള്ളതായിട്ട് ശ്ലോകങ്ങളിൽ പലതിലും സംസാരത്തിനെ ഈ ഉയർത്തിക്കേട്ട സംസാരത്തിനെ ഓരോന്നായിട്ട് സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നരസിംഹനോട് യാചിക്കുന്നതായിട്ടാണ് ഇനി 3-4 ശ്ലോകങ്ങൾ വരുന്നത്. സംസാരദാവഹനാകര ഭീകരോരുജ്വാലാവലീഭി അതിദഗ്ധ തനൂരുഹസ്യ ത്വൽപാദപത്മ സരസീരുഹമാഗതസ്യ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം, എനിക്ക് കരാവലംബം നൽകിയാലും എന്ന് തന്നെ. ഇനി ആർക്കാണ് വേണ്ടത് കരാവലംബം വേണ്ടത് എന്നാണെങ്കിൽ എനിക്ക് തന്നെയാണ്. മമ ദേഹി കരാവലംബം, ആ എന്നെ വിശേഷിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് എന്നുള്ളതാണ്. സംസാരദാവദഹനം, സംസാരമാകുന്ന കാട്ടുതീയായിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംസാരത്തിനെ ഓരോന്നായിട്ട് സങ്കല്പിക്കുകയാണ് അവിടെ. ഈ ജനന മരണം എന്നുള്ളതായിട്ടുള്ള ഈ ആവർത്തനം ഈ ശ്ലോകത്തിലെ ഒരു ദഹനായിട്ടാണ് കാട്ടുതീയ. ദഹനം വെച്ചാൽ കാട്ടുതീയ, ആ സംസാരമാകുന്ന കാട്ടുതീയ. ആ കാട്ടുതീയത്തിന്റെ സമൂഹം, ആകരം, കൂട്ടം, ആ കാട്ടുതീ അതിധാരാളമായിട്ടുള്ള തീയാണ് എന്നുള്ളതാണ്. ഒരു ജ്വാല, അതിന്റെ ഭീകരമായിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരു ജ്വാല, ഉരു എന്ന് വെച്ചാൽ വലിയതായിട്ടുള്ള ഉരുജ്വാല, ഉരുവായിട്ടുള്ള ജ്വാല, വളരെ വലിയതായിട്ടുള്ള അതിന്റെ ജ്വാലകള്, ആ തീജ്വാലകള്, സംസാരമാകുന്ന ദാവദഹനന്റെ കാട്ടുതീയിന്റെ വളരെ ഭീമമായിട്ടുള്ളതായ ജ്വാലകള്. ഉരുജ്വാല ആവലി അതിന്റെ നിര, ആ ജ്വാലകളുടെ നിര ധാരാളമായിട്ടുള്ളതായിട്ട് പിന്നെയും ഈ ജ്വാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആവലീഭിഹി അതിദഗ്ധ തനൂരുഹസ്യ, അത്യന്തം ദഗ്ധമായിരിക്കണു എൻ്റെ ഈ ശരീരം എന്നുള്ളതാണ്. അത്യന്തം ദഗ്ധമായിരിക്കുന്ന പൊള്ളി കിടക്കുന്നതായിട്ടുള്ള എൻ്റെ ഈ തനൂരുഹം, തനു എന്ന് വെച്ചാൽ ശരീരം. ആ തനൂരുഹങ്ങള് എന്ന് പറയുമ്പോൾ രോമങ്ങളാണ്. തനുവിൽ വളരുന്നത് രോമങ്ങള്. തനൂരുഹസ്യ, അങ്ങനെയുള്ളതായിട്ടുള്ള എൻ്റെ രോമങ്ങളൊക്കെ കരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ശരീരത്തിനും ദഹിക്കാനുള്ളതായിട്ടുള്ള അവസാനം എത്തിക്കഴിഞ്ഞു. ഒക്കെ ശക്തമായിട്ടുള്ളതായിട്ടുള്ള കാട്ടുതീയാണ് ഈ സംസാരം എന്നുള്ളതായിട്ടുള്ള കാട്ടുതീയ്. അതിന്റെ ജ്വാലകൾ വന്ന് എൻ്റെ രോമങ്ങളെയെല്ലാം കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. തനൂരുഹസ്യ, തനുവിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ആ രോമങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ രോമങ്ങളൊക്കെ കരിഞ്ഞിട്ട് ഞാൻ ത്വൽപാദപത്മ സരസീരുഹമാഗതസ്യ അങ്ങയുടെ താമര, അങ്ങയുടെ താമരയാകുന്ന അങ്ങയുടെ പാദസരോരുഹം, പാദം ആകുന്ന സരസീരുഹം വെച്ചാൽ താമര തന്നെ, സരസിലുള്ളരുന്നത് സരസീരുഹം താമര. അങ്ങയുടെ പാദങ്ങളാകുന്ന ആ സരസീരുഹങ്ങളിൽ, താമരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ. അതായത് സാധാരണയായിട്ട് ഈ വല്ലാതെ കണ്ട് ചൂട് അനുഭവിക്കുമ്പോൾ താമരയുടെ ഇല അല്ലെങ്കിൽ താമര പൂവ് അതൊക്കെ ഒരു തണുപ്പുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് ഇവിടെ ഈ താമരയിലേക്കാണ് എത്തണത് എന്നുള്ളതാണ്. ആ താമര ഏതാണ്? ഭഗവാന്റെ പാദങ്ങളായിട്ടുള്ള താമര. അതാണ് പാദപത്മം, പാദപത്മങ്ങളാകുന്ന സരസീരുഹം താമര. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എത്തിച്ചേർന്നതായിട്ടുള്ള മമ, എനിക്ക് ലക്ഷ്മീ നൃസിംഹ, അല്ലയോ ലക്ഷ്മി സഹിതനായിട്ടുള്ള നരസിംഹമൂർത്തേ, ദേഹി കരാവലംബത്തെ നൽകിയാലും എന്ന്. 4-ാമത്തെ ശ്ലോകം. സംസാരജാലപതിതസ്യ ജഗന്നിവാസ സർവേന്ദ്രിയാർത്ഥ ബഡിശാഗ്ര ശോപമസ്യ പ്രോഷ്കംബിത പ്രചുരതാലുകമസ്തകസ്യ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. ഇനി അവിടെ സംസാരത്തിനെ ഒരു ചൂണ്ടലിൽ പെട്ടതായിട്ടുള്ള മത്സ്യം ആയിട്ടുള്ളതാണ് ഇവിടെ പറയണത് എന്നുള്ളതാണ്. ഇവിടെ സംസാരത്തിൽ പെട്ട് വലയുന്നതായിട്ടുള്ള മനുഷ്യനെ എന്തായിട്ടാണ്? ആ ചൂണ്ടലിൽ പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു മത്സ്യം, രക്ഷപ്പെടാൻ വഴിയില്ല.
അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു മത്സ്യം, എന്നാലും രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളതായിട്ടുള്ള മത്സ്യത്തിനെയോട് ഉപമിക്കണത് എന്നാണ്. സംസാരജാല പതിതസ്യ, സംസാരമാകുന്നതായിട്ടുള്ള ജാലം, ഒരു വല, ആ വലയുടെ ഉള്ളിൽ പെട്ടുകഴിഞ്ഞു. മത്സ്യങ്ങളെ പിടിക്കാൻ വലിച്ചിട്ടുള്ളതായിട്ടുള്ള വലയിൽ പെട്ടുകഴിഞ്ഞു. അങ്ങനെ സംസാരജാല പതിതസ്യ ജഗന്നിവാസ, ജഗത്ത് മുഴുവൻ നിവാസമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സർവേന്ദ്രിയാർത്ഥ ബഡിശാഗ്ര ശശോപമസ്യ, എന്നെ ഒരു ശശോപമനായിട്ടാണ് കണക്കാക്കുന്നത്. മനുഷ്യരൊക്കെ ശശങ്ങളെ പോലെയാണ്. ശശങ്ങൾ വെച്ചാൽ മത്സ്യങ്ങള്, മത്സ്യങ്ങൾക്ക് തുല്യമാണ് മനുഷ്യരൊക്കെ എന്നുള്ളതാണ്. എങ്ങനെ? സർവേന്ദ്രിയാർത്ഥം, ഇന്ദ്രിയാർത്ഥങ്ങളായിട്ടുള്ള ബഡിശങ്ങള്. നമ്മളൊക്കെ ഈ ബഡിശങ്ങൾക്ക് പിന്നാലെ, ബഡിശം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് അവർക്ക് തീറ്റ സാധനം ഇട്ട് കൊടുക്കും, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുമാതിരി നമ്മെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം നമ്മുടെ കണ്ണുകൾക്കും ചെവികൾക്കും രസനയ്ക്കും ഒക്കെ അനുഭവിക്കാൻ വേണ്ടതായിട്ടുള്ള വിഷയങ്ങള്, അനവധി വിഷയങ്ങളാണുള്ളത്. ഭോഗവസ്തുക്കള് ഈ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ പോവാണ്. നമുക്ക് ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം വേണം, ഏറ്റവും നല്ല സാധനങ്ങൾ കാണണം, ഏറ്റവും നല്ല പാട്ട് കേൾക്കണം. ഇങ്ങനെ ഓരോന്നിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സർവത്ര ശയത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അതിന്റെ പിന്നാലെ പോയിട്ട് എന്താ നമ്മൾ ഉണ്ടാവണത്? നമ്മൾ നശിക്കണു എന്നുള്ളതാണ്. എല്ലാം അനുഭവിക്കാൻ തൽക്കാലമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷെ ഒടുക്ക നമുക്കൊക്കെ നാശം ഉണ്ടാവണം, മേൽഗതി ഉണ്ടാവാതെ കണ്ട് പോണു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു മത്സ്യത്തിനോടാണ് ഉപമിക്കണത് തന്നെ. സംസാരജാലപതിതസ്യ, സംസാരമാകുന്ന ഇതിൽ കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞു. ഇനി ജഗന്നിവാസ സർവേന്ദ്രിയാർത്ഥ ബഡിശാഗ്ര രസോപമസ്യ, സർവ ഇന്ദ്രിയങ്ങളുടെയും അർത്ഥങ്ങള്, വിഷയങ്ങള്, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന ബഡിശങ്ങള്, ആ തീറ്റ വസ്തു, ബഡിശം, പാമ്പിനെ, മത്സ്യത്തിനെ പിടിക്കാനായിട്ടുള്ളതായിട്ടുള്ള വസ്തു, അതിനെ ആ ബഡിശത്തിന്റെ അഗ്രത്തിൽ അത് കടിച്ചും കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ശഷം, മത്സ്യത്തിനോട് ഉപമിക്കാവുന്നതായിട്ടുള്ള, പിന്നെ കേവലം മത്സ്യമല്ല, അങ്ങനെ രക്ഷയൊന്നും ഇല്ലാതെ കണ്ട് മുട്ടി കഴിഞ്ഞിരിക്കണു. എന്നാലും നമ്മൾ വായ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുക, മത്സ്യം വായ തുറന്നിട്ടല്ലേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോ പ്രോത്കമ്പിത പ്രചുര താലുക മസ്തകസ്യ, അതിന്റെ തല, മസ്തകം, അതിന്റെ തല വീണ്ടും പിളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ മസ്തകം പിളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പിന്നെയും ആഹാരം കിട്ടാൻ വേണ്ടി വായ തുറന്നുകൊണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മളും അതുമാതിരിയാണ്. ഇതൊന്നും രക്ഷയില്ല എന്നുള്ള നിശ്ചയം ഉണ്ടായാലും പിന്നെയും ഭോഗവസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പ്രോത്കമ്പിത പ്രചുരതാലുക മസ്തകസ്യ ലക്ഷ്മീസു സിംഹ മമ ദേഹി കരാവലംബം. അനവധി ഇതിൽ ഇനിയുള്ളതൊക്കെ അങ്ങനെ ഓരോന്നും ഓരോ തരത്തിൽ നമ്മളെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെ ഇത് ആഗ്രഹം വിടാതെ കണ്ടുള്ളതായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോ സംസാരത്തിന് എവിടെ ഒരു വലയുടെ ഉള്ളിൽ പെട്ടതായിട്ടുള്ള മത്സ്യം, ആ വലയായിട്ടാണ് സംസാരത്തിനെ ഉപമിച്ചത്. നേരത്തെ കാടായിട്ട് ഉപമിച്ചു, ഇനിയിപ്പോ ഇവിടെ വലയായിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടതായിട്ടുള്ള മത്സ്യമാണ് നമ്മളൊക്കെ എന്നുള്ളതായി. ഇനി അടുത്തത് കിണറ്റിൽ കിണറ്റിൽ വീണ് കിടക്കുന്നതായിട്ടുള്ള ഇതായിട്ടാണ് നമ്മളെ പറയണത്. സംസാരകൂപം അതിഘോരം അഗാധമൂലം സംപ്രാപ്യ ദുഃഖശത സർപ്പ സമാകുലസ്യ ദീനസ്യ ദേവകൃപയാ പദമാഗതസ്യ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. സംസാരമാകുന്ന കിണറ്, സംസാരത്തിനെ ഒരു അത്യഗാധമായിട്ടുള്ള കിണറായിട്ടാണ് പറയണത്. സംസാരകൂപം അതിഘോരം, അതിഘോരമായിട്ടുള്ളതായിട്ടുള്ള കിണറാണ്. അഗാധം മൂലം, ആ അടി വളരെ താഴ്ചയായിട്ടുള്ളതാണ്, വളരെ ആഴമുള്ളതായിട്ടുള്ള ഒരു കിണറാണ് ഈ സംസാരം എന്ന് പറയണത് എന്നുള്ളതാണ്. അതൊന്ന് കയറി പോരുക എന്നുള്ളത് എളുപ്പമല്ല. ആ കിണറിൽ വീണു. സംപ്രാപ്യ, നമ്മളൊക്കെ ഈ സംസാരത്തിൽ പെട്ടുകഴിഞ്ഞു എന്നുള്ളതാണ്. സംപ്രാപ്യ ദുഃഖശത സർപ്പസമാകുലസ്യ. ഇനി ആ കിണറ് ശുദ്ധമായിട്ടുള്ള കിണറാണോ? അല്ല, അവിടെ അനവധി സർപ്പങ്ങളുണ്ട്. ഇനി അതായത് നമുക്ക് രോഹിക്കാനായിട്ട്, ദുഃഖം ഉണ്ടാക്കാനായിട്ടുള്ളതായിട്ടുള്ള അനവധി വസ്തുക്കള് ഈ സംസാരമാകുന്ന കിണറ്റിൽ ഉണ്ട്. അതാണ് ദുഃഖശത സർപ്പസമാകുലസ്യ. ദുഃഖശതം നൂറുകണക്കിനുള്ളതായിട്ടുള്ള ദുഃഖങ്ങള് അത് സർപ്പങ്ങളെ പോലെയാണ് എന്നുള്ളതാണ്. ആ സർപ്പങ്ങളെ കൊണ്ട് സമാകുലസ്യ നിറഞ്ഞതായിട്ടുള്ള, അത് ചുറ്റും സർപ്പങ്ങളെ കടിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള
ദീനസ്യ, അങ്ങനെ ദീനനായി 4 ഭാഗം കിണറിൽ വീണ് കിടക്കുന്നുണ്ട്, കേറാൻ വഴി കാണുന്നില്ല, 4 ഭാഗത്തും സർപ്പങ്ങളുണ്ട്. അങ്ങനെ ദീനനാണെങ്കിലും ദേവകൃപയാ ആഗതസ്യ, എന്തോ ദേവകൃപ കൊണ്ട് അങ്ങയുടെ അടുത്ത് എത്തിയിരിക്കണു. പദമാഗതസ്യ, അങ്ങയുടെ പദത്തെ ശരണം പ്രാപിച്ചു വരാനായിട്ട് സാധിക്കണു എനിക്ക് എന്നുള്ളതാണ്. അങ്ങനെ ആ ദേവകൃപ കൊണ്ട് അങ്ങയെ സ്മരിക്കാനായിട്ട് സാധിക്കണു. അങ്ങനെയുള്ളതായിട്ടുള്ള എനിക്ക് ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം എന്ന്. അടുത്തത് സംസാര ഭീകര കരീന്ദ്രകരാഭിഘാത നിഷ്പീഡ്യമാനവപുഷ സകലാർത്തിനാശ പ്രാണപ്രയാണ ഭവഭീതി സമാകുലസ്യ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. സംസാര ഭീകര കരീന്ദ്രൻ, അതിനൊരു ആന, കാട്ടാനയായിട്ടാണ് ഇനി പറയണത്. വലിയൊരു ആന, ഭീകരനായിട്ടുള്ള ആന, സംസാരമാകുന്ന ഭീകരനായിട്ടുള്ള ആന, കാട്ടാനയെ പോലെയാണ് ഈ സംസാരം എന്നാണ്. അതിന്റെ കരാഭിഘാതം, തുമ്പിക്കൈ കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹരം, അഭിഘാതം പ്രഹരം, കരം എന്ന് വെച്ചാൽ അവിടെ ആനയുടെ കൊണ്ട് തുമ്പിക്കൈ, ആ തുമ്പിക്കൈ കൊണ്ടുള്ളതായിട്ടുള്ള അഭിഘാതം കൊണ്ട് നിഷ്പീഡ്യമാന വപുഷ, ശരീരം മുഴുവൻ നുറുങ്ങിയിട്ടുണ്ട്. ശരീരം മുഴുവൻ അവിടെ ഇവിടെയും ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടി സകല ഉള്ള ആളാണ് ഞാൻ എന്നുള്ളതാണ്. സകലാർത്തിനാശ, എല്ലാ ആർത്തികളെയും നശിപ്പിക്കാൻ കഴിയുള്ളതാണ് അങ്ങ് എന്നുള്ളതുണ്ടല്ലോ. സകലങ്ങളായിട്ടുള്ള എല്ലാ ആർത്തികളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ. സകലാർത്തിനാശ പ്രാണപ്രയാണ ഭവഭീതി സമാകുലസ്യ എന്ന് മാത്രല്ല, പ്രാണപ്രയാണം, പ്രാണൻ പോലോ ഈ ആനയുടെ ചവിട്ടേറ്റിട്ട്, തുമ്പിക്കൈ കൊണ്ടുള്ള പ്രഹരമേറ്റിട്ട് ഈ എന്റെ പ്രാണൻ പോലോ എന്നുള്ളതായിട്ടുള്ള ഭീതി നല്ല പോലെ ഉണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭവഭീതി ഭയാകുലസ്യ, അത് തന്നെയാണ് ഈ ഭവഭീതി എന്ന് പറയുന്നതും. ആ സംസാരത്തന്നെയുള്ളതായിട്ടുള്ള ഭയം, അത് ആ ഭയത്തോടു കൂടിയതായിട്ടുള്ള എനിക്ക് ദേഹി കരാവലംബം, എനിക്ക് കരാവലംബം നൽകിയാലും എന്ന്. പിന്നെ ആദ്യ സംസാരത്തിനെ സർപ്പമായിട്ടാണ് ഇനി അടുത്തത്. സംസാര സർപ്പ വിഷദിഗ്ധ മഹോഗ്ര തീവ്ര ദംഷ്ട്രാഗ്രകോടി പരിദഷ്ട വിനഷ്ടമൂർത്തേ നാഗാരിവാഹന സുധാബ്ധി നിവാസ ശൗരേ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. സംസാര സർപ്പ വിഷം, സംസാരമാകുന്ന സർപ്പം അതൊരു പാമ്പായിട്ടാണ് സംസാരത്തിനെ പറയണത്. സംസാര സർപ്പ വിഷം, ആ സർപ്പത്തിന്റെ വിഷം, ആ വിഷം കൊണ്ട് ദഗ്ധമായിട്ടുള്ള മഹോഗ്രം, ദിഗ്ധം എന്ന ദിഗ്ധം വെച്ച പുരണ്ട, സംസാര സർപ്പ വിഷ ദിഗ്ധം പുരണ്ടതായിട്ടുള്ള മഹോഗ്ര തീവ്ര, അത്യധികം ഉഗ്രവും തീവ്രവുമായിട്ടുള്ള ദംഷ്ട്രകളുടെ, പാമ്പിന്റെ ദംഷ്ട്രകള്, അതിൽ വിഷം പുരണ്ടതാണ് എന്നുള്ളതാണ്. വിഷദിഗ്ധം, വിഷം പുരണ്ടതായിട്ടുള്ള പാമ്പിന്റെ ദംഷ്ട്രകളുടെ അഗ്രകോടി അറ്റം കൊണ്ട്, അഗ്രത്തിലുള്ളതായിട്ടുള്ള കോടി അറ്റം എന്നുള്ളത് തന്നെ. ആ അഗ്രത്തിലുള്ള അഗ്രം കൊണ്ട് പരിദഷ്ടനായിട്ട്, കടിക്കപ്പെട്ട് പരിദഷ്ടനായി വിനഷ്ടമൂർത്തേഹേ, എന്റെ ശരീരം നശിച്ച മാതിരിയായി. വിനഷ്ടം വെച്ചാൽ നശിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ശക്തിയില്ലാത്തതായി തീർന്നു ശരീരം. വിനഷ്ടമൂർത്തേഹേ അപ്പോ എനിക്ക് ശൗരേ കരാവലംബം ദേഹി എന്നാണ്, എനിക്ക് കരാവലംബം നൽകിയാലും എന്നാണ്. ഇനി ഭഗവാനെ വിളിക്കുകയാണ്. ഇനി നാഗാരിവാഹന, നാഗങ്ങളുടെ അരി ഗരുഡൻ, നാഗങ്ങളെ പാമ്പുകളുടെ ശത്രുവാണല്ലോ ഗരുഡൻ. ആ ഗരുഡനെ വാഹനനാക്കിയിട്ടുള്ളതാണ് ഭഗവാൻ. ഗരുഡനാണല്ലോ ഭഗവാന്റെ വാഹനമാണ്. അപ്പോ നാഗാരി വാഹന, നാഗങ്ങളുടെ അരിയായിട്ടുള്ള, പാമ്പുകളുടെ അരിയായിട്ടുള്ള ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള. അപ്പൊ അങ്ങക്ക് എന്നെ രക്ഷിക്കാൻ ഒരു പ്രയാസമില്ല. ഈ നാഗത്തിന്റെ കടി കൊണ്ടല്ലേ ഞാൻ ഏറ്റവും വിഷണ്ണനായിരിക്കണത്. അപ്പൊ അങ്ങ് വിചാരിച്ചാൽ ആ നാഗങ്ങളുടെ ശത്രുവായിട്ടുള്ള ഗരുഡനാണ് അദ്ദേഹത്തിന്റെ അങ്ങയുടെ വാഹനം. അപ്പൊ എന്നെ രക്ഷിക്കാൻ ഒരു വിഷമവും ഇല്ലല്ലോ എന്നുള്ളതാണ്. നാഗാരിവാഹന സുധാബ്ധി നിവാസ എന്ന് മാത്രല്ല, ആ സുധാബ്ധിയിൽ, ആ പാലാഴി സുധാബ്ധി, സുധ കവർന്ന് കിട്ടിയതായിട്ടുള്ള സമുദ്രം പാലാഴി. ആ പാലാഴിയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള അമൃത്, അതിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ആ അമൃത് ഏറ്റിക്കൊണ്ട് പോവാൻ ഈ ഗരുഡന് ഒരു വിഷമവും ഇല്ല. അതാണ് പറഞ്ഞത്.
സുധാബ്ധി നിവാസ, ആ അബ്ധിയിലാണ് അങ്ങ് വസിക്കുന്നത്. അവിടെ അമൃത് ഉണ്ടാവാൻ ഒരു വിഷമവും ഇല്ല. അങ്ങക്ക് ഈ ഗരുഡനെ കൊണ്ട് എൻ്റെ ഈ പാമ്പിന്റെ ശല്യം തീർക്കാൻ വിഷമില്ല. അവിടെ ഉള്ളതായിട്ടുള്ള അമൃത് കൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു തരാനും വിഷമില്ല എന്നുള്ളതാണ്. അതിൽ നാഗാരിവാഹന സുധാബ്ധി നിവാസ ശൗരേ, സൂര്യന്റെ പുത്രനായിട്ടുള്ള ഗോത്രാപത്യമായിട്ടുള്ള അല്ലയോ ശൗരേ, ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം നീ സംസാരവൃക്ഷം അഖബീജം അനന്തകർമ്മശാഖായുധം കരണപത്രം അനംഗപുഷ്പം ആരുഹ്യ ദുഃഖഫലിതം ചകിതം ദയാലോ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. സംസാരമാകുന്ന ഒരു വൃക്ഷം, അതിനെ ഒരു വൃക്ഷമായിട്ട് കണക്കാക്കുകയാണ്. സംസാരം ആകുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അഖബീജം, എന്താണ് അതിന്റെ ബീജം? വിത്ത്. കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ മുളപ്പിക്കണത് എന്താണ്? ഈ വൃക്ഷത്തിൽ നിന്നുണ്ടാവണതായിട്ടുള്ള ഫലം. ആ ഫലത്തിന്റെ ബീജം എന്താണ്? വീണ്ടും വീണ്ടും ഉണ്ടാക്കണത് ഈ വൃക്ഷങ്ങളെ തന്നെയാണ്, അല്ലേ? ആ വൃക്ഷങ്ങളൊക്കെ എന്താണ്? ആ വൃക്ഷങ്ങള് അഖബീജം, അഖം പാപങ്ങളാണ് ബീജം എന്നുള്ളതാണ്. അഖബീജം, അഖങ്ങളാകുന്ന പാപങ്ങളാകുന്ന ബീജം, വിത്തുകള്. അങ്ങനെയുള്ളതായിട്ടുള്ള വിത്തുകളോടുകൂടിയ സംസാര വൃക്ഷം. ഇനി അനന്തകർമ്മ ശാഖായുധം, അതിന് ശാഖകള്, അനന്തങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ് ശാഖകള്. ഈ വൃക്ഷം വന്നു കഴിഞ്ഞാൽ നമ്മള് അതിൽ ശാഖകൾ വളർന്നുകൊണ്ടിരിക്കും. എന്താണ്? നമ്മളുടെ കർമ്മങ്ങളാണ് ശാഖകള്. ആ കർമ്മങ്ങളൊക്കെ, ഈ ശാഖകളൊക്കെ ഈ ബീജങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ വിത്ത്, പാപങ്ങളായിട്ടുള്ള ആ വിത്തുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതാണ് ഈ കർമ്മങ്ങളൊക്കെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ എന്നുള്ളതാണ്. അനന്തകർമ്മ ശാഖായുധം കരണപത്രം, കരണം ഇന്ദ്രിയങ്ങള്, ആ ഇന്ദ്രിയങ്ങളാണ് പത്രം എന്നുള്ളത്, ഇലകള്. ആ വൃക്ഷത്തിന്റെ ഇലകള് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണതും ഈ പാപങ്ങളെ സമ്പാദിച്ചുകൊണ്ടിരിക്കണതും എന്നുള്ളതാണ്. ആ കരണപത്രം അനംഗപുഷ്പം, അനംഗമാണ് പുഷ്പം. കണ്ട മനോഹരമായിട്ട് തോന്നും അനങ്കനെ, അല്ലെ? കാമം എന്നുള്ളത് നമുക്കൊക്കെ ആസ്വദിക്കാൻ വളരെ സന്തോഷമായിട്ടുള്ളതാണ്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. അത് അനന്തമായിട്ടുള്ള അനങ്കനാകുന്ന പുഷ്പത്തോടു കൂടിയത്, കാമദേവനാകുന്ന പുഷ്പത്തോടു കൂടിയതുമായിട്ടുള്ള ഈ സംസാര വൃക്ഷം എന്നാണ്. ആരുഹ്യ, അത് ആ മരത്തുമ്പിൽ കയറിയിരിക്കുക. ഈ നമ്മളൊക്കെ ആ മരത്തുമ്പിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. ആരുഹ്യ ദുഃഖഫലിതം, എന്നിട്ട് ഫലം എന്താണ് നമുക്ക് കിട്ടണത്? ദുഃഖം തന്നെയാണ് ഫലം. ഈ സംസാര വൃക്ഷത്തിൽ കയറിയിട്ട് നമുക്ക് കിട്ടണതൊക്കെ ദുഃഖമാണ്. ആ ദുഃഖഫലിതം ചകിതം ദയാലോ, എന്ന ആ ദുഃഖമാകുന്ന ഫലങ്ങൾ ഭക്ഷിച്ചിട്ട് നമ്മളൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഞങ്ങളെ ചലിതം ദയാലോ, ദയാലുവായിട്ടുള്ള അല്ലയോ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം, കരാവലംബം നൽകിയാലും എന്ന്. നീ സംസാര സാഗര വിശാല കരാളകാല നക്രഗ്രഹ ഗ്രസിത ദിഗ്രഹ വിഗ്രഹസ്യ വ്യഗ്രസ്യ രാഗ നിജയോർമി നിപീഡിതസ്യ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. അവിടെ സംസാരത്തിനെ തന്നെ ഒരു സമുദ്രമായിട്ടാണ് വീണ്ടും പറയണത്. സംസാര സാഗരം ആയിട്ട് പറയുന്നു. സംസാര സാഗരം, സംസാരമാകുന്ന ആ സാഗരത്തില് വിശാല കരാള കാലനക്രം, വിശാലങ്ങളായിട്ടുള്ള വലിയതായിട്ടുള്ള കരാളങ്ങള്, ഭീകരങ്ങളായിട്ടുള്ള കാലനക്രം, കാലമാകുന്ന നക്രങ്ങള്, മുതലകള്. ആ കാലമാകുന്ന മുതലകള് അത് പിടിച്ചിട്ട് ഗ്രഹം, അതിന്റെ പിടുത്തത്തിൽ ഗ്രസിതമായി വിഴുങ്ങപ്പെട്ടുന്നതായിട്ടുള്ള നിഗ്രഹ വിഗ്രഹസ്യ, ആ ശരീരം മുഴുവൻ നിഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ശരീരം ഒക്കെ മിക്കവാറും വിഴുങ്ങി കഴിഞ്ഞു, മുതല വിഴുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ക്രൗരനായിട്ടുള്ള കാലമാകുന്ന കരാളം വന്ന് ആ കാലമാകുന്ന കരാളമായിട്ടുള്ള നക്രം, ക്രൂരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നക്രം മുതല വന്ന് നമ്മുടെ ശരീരത്തെ മുഴുവൻ മിക്കവാറും വിഴുങ്ങി കഴിഞ്ഞു. നിഗ്രഹ വിഗ്രഹസ്യ വ്യഗ്രസ്യ, അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുകയാണ്, വളരെ പീഡിതനായിട്ടിരിക്കുന്നതായിട്ടുള്ള രാഗനിജയോർമി നിപീഡിതസ്യ എന്ന് മാത്രല്ല, മുതല പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രല്ല, രാഗങ്ങളാകുന്ന ഊർമികള് തിരമാലകള്, ആ രാഗം, മോഹം അവസാനിക്കണേ ഇല്ല. ജീവിതത്തിലുള്ളതായിട്ടുള്ള മോഹം അവസാനിക്കണില്ല. അങ്ങനെ ആ രാഗങ്ങളാകുന്ന നിജയം സമൂഹം, രാഗങ്ങളുടെ നിജയം, ധാരാളം മോഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാകുന്ന ഊർമി. സമുദ്രത്തിൽ അങ്ങനെയാണല്ലോ, തിരമാലകൾക്ക് അവസാനമില്ല. നമ്മുടെ രാഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവസാനമില്ല എന്നുള്ളതാണ്. ആ ആഗ്രഹങ്ങളെ കൊണ്ട്
നിപീഡിതനായിട്ടുള്ള എനിക്ക് ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം, എനിക്ക് കരാവലംബത്തെ നൽകിയാലും, കൈത്താങ്ങ് നൽകിയാലും. സംസാര സാഗര നിമജ്ജന മുഖ്യമാനം ദീനം വിലോകയ വിഭോ കരുണാനിധേ മാം പ്രഹ്ലാദ ഖേദ പരിഹാര പരാവതാര ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. നീ സംസാരമാകുന്ന സാഗരത്തിൽ, സമുദ്രത്തിൽ നിമജ്ജനം കൊണ്ട് മുങ്ങിപ്പോയതുകൊണ്ട് മുഖ്യമാനം, ആ വിവരമില്ലാണ്ട് ഈ മോഹിച്ചു ഞാൻ എന്നുള്ളതാണ്. അങ്ങനെ ദീനനായിരിക്കുന്ന വിലോകയ, എന്നെ കണ്ടാലും വിഭോ കരുണാനിധേ മാം, കരുണാനിധയായിട്ടുള്ള അല്ലയോ വിഭോ എന്നെ ദർശിച്ചാലും. പ്രഹ്ലാദ ഖേദ പരിഹാര പരാവതാര, പ്രഹ്ലാദന്റെ ഖേദത്തെ പരിഹരിക്കാനുള്ളതായിട്ടുള്ള ശ്രേഷ്ഠമായ അവതാരത്തോടുകൂടിയ, പ്രഹ്ലാദന്റെ ദുഃഖത്തെയെല്ലാം ശമിപ്പിക്കാനുള്ളതായി നരസിംഹാവതാരം സ്വീകരിച്ചതായ അല്ലയോ ഭഗവാനെ, ദേഹി കരാവലംബം മമ ദേഹി കരാവലംബം. സംസാര ഘോരഗഹനേ ചരതോ മുരാരേ മാരോഗ്രഭീകര മൃഗ പ്രചുരാർദ്ദിതസ്യ ആർത്തസ്യ മത്സരനിദാഹ സുദുഃഖിതസ്യ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. നീ ആ ഘോര വിപരത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ്. സംസാരമാകുന്ന ഘോര ഗഹനെ, ഇടതൂർന്നതായിട്ടുള്ള ആ കാട്ടിൽ ചരതഹ സഞ്ചരിക്കുന്നതായിട്ടുള്ള എനിക്ക്, മുരാരേ അല്ലയോ മുരാരേ, മാരോഗ്രഭീകര മൃഗ പ്രചുര അർദ്ദിതസ്യ, മാരൻ എന്നുള്ളതായിട്ടുള്ള, മാരൻ എന്നുള്ളത് കാമദേവൻ, ആ കാമദേവനാകുന്ന ഉഗ്രനും ഭീകരനുമായിട്ടുള്ള മൃഗം, അങ്ങനെയുള്ളതായിട്ടുള്ള മൃഗങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഈ സംസാരത്തില്. മാരോഗ്രഭീകര മൃഗ പ്രചുര അർദ്ദിതസ്യ, അങ്ങനെ ഈ കാട്ടില് ധാരാളം മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ കൊണ്ടൊക്കെ അർദ്ദിക്കപ്പെട്ടതായിട്ടുള്ള എനിക്ക്, ആർത്തസ്യ, അങ്ങനെ ആർത്തനായി, മത്സര നിദാഹ സുദുഃഖിതസ്യ, എന്നാൽ കാട്ടിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രല്ല, മൃഗങ്ങളൊക്കെ ഉണ്ട് നാലുപാടും എന്ന് മാത്രല്ല, നിദാഹം, നല്ല വേനൽക്കാലമാണ് എന്നുള്ളതാണ്. എന്താണ് ആ വേനല്? നിദാഹം, മാത്സര്യമുണ്ട്. ഒരു ആളേക്കാൾ മറ്റേക്കാൾ കേമനാവണം, മറ്റേയാളേക്കാൾ കേമനാവണം എന്നുള്ളതായിട്ടുള്ള മത്സരം ധാരാളം ഉണ്ട്. അപ്പൊ അങ്ങനെ മത്സരമാകുന്ന നിദാഹം, ആ നിദാഹം കൊണ്ട്, വേനൽക്കാലം കൊണ്ട് സുദുഃഖിതനുമാണ് ഞാൻ എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള എനിക്ക് ദേഹി കരാവലംബം, കരാവലംബത്തെ നൽകിയാലും. നീ ബദ്ധ്വാകളേ യമഭടാ ബഹുതർജയന്ത കർഷന്തി യത്ര ഭവപാശശതൈർയുതം മം ഏകാകിനം പരവശം ചകിതം ദയാലോ ലക്ഷ്മീ നൃസിംഹ മമ ദേഹി കരാവലംബം. യമഭടന്മാരെ കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞു. ബദ്ധ്വാകളെ, കളത്തിൽ യമഭടന്മാരെ കെട്ടിക്കഴിഞ്ഞു. ബഹുതർജയന്ത, വളരെയധികം പീഡിപ്പിക്കണു. കർഷന്തി എത്ര, എന്നെ വിളിച്ചുകൊണ്ടിരിക്കണു. എങ്ങനെയാണ്? ഭവപാശശതൈഹി, ആ സംസാരമാകുന്ന ശതം, നൂറുകണക്കിനുള്ളതായ കയറുകൾ, ഓരോ ജനനവും ഓരോ കയറാണെന്നാണ്. ആ കയറുകൊണ്ട് അങ്ങനെ പിടിച്ചു വലിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഏകാകിനം, ഒറ്റയ്ക്കാണ്. പരവശം, പരവശനായിത്തീരിക്കുന്നു. ചകിതം, ഭീതനായിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള എന്നെ ദയാലോ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. ലക്ഷ്മീപതേ കമലനാഥ സുരേശ വിഷ്ണോ യജ്ഞേശ യജ്ഞ മധുസൂദന വിശ്വരൂപ ബ്രഹ്മജ്ഞ കേശവ ജനാർദ്ദന വാസുദേവ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. അവിടെ ഭഗവാന്റെ വിവിധ നാമധേയങ്ങളാണ് അവിടെ ആ ശ്ലോകത്തിൽ പറയുന്നത്. ലക്ഷ്മീപതേ, കമലനാഥ, സുരേശ, വിഷ്ണു, സുരന്മാരുടെ ഈശനായിട്ടുള്ള അല്ലയോ വിഷ്ണു, യജ്ഞേശ, യജ്ഞങ്ങൾക്ക് ഈശനുമാണ്, യജ്ഞവുമാണ്, യജ്ഞസ്വരൂപനുമാണ്, യജ്ഞങ്ങളുടെ ഈശനുമാണ് എന്നുള്ളതാണ്. യജ്ഞേശ യജ്ഞ മധുസൂദന, മധു എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിച്ചതായിട്ടുള്ള മധുസൂദന, വിശ്വരൂപ, വിശ്വം തന്നെ രൂപമായിട്ടുള്ള ഭഗവാനെ, ബ്രഹ്മണ്യ, വേദത്തിന് ഹിതകരനായിട്ടുള്ള, ബ്രഹ്മത്തിന് ഹിതൻ, ബ്രാഹ്മണർക്ക് ഹിതൻ എന്നൊക്കെ പറയാം ബ്രഹ്മണ്യ ശബ്ദത്തിന്. കേശവ, കേശിയെ വധിച്ചതായ ജനാർദ്ദന, ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള വാസുദേവ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. ഏകേന ചക്രമപരേണ കരേണ ശംഖമന്യേന സിന്ധുതനയാമവലംബ്യ ദൃഷ്ടൻ
വാമേതരേണ വരദാഭയ പത്മചിഹ്നം ലക്ഷ്മീ നൃസിംഹമരമതി മമ ദേഹി കരാവലംബം. ഒരു കൈകൊണ്ട് ചക്രം ഗ്രഹിച്ചിട്ടുണ്ട്, ഏകേന ചക്രം, അപരേണ കരേണ മറ്റേ കരം കൊണ്ട് ശംഖം കയ്യിലെടുത്തിട്ടുണ്ട്, അന്യേന മറ്റൊരു കരം കൊണ്ട് സിന്ധുതനയാമവലംബ്യ സിന്ധുതനയെ പിടിച്ചിട്ടുണ്ട്. അതേ സിന്ധുതനയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഭഗവതി, സമുദ്രത്തിൽ നിന്നാണല്ലോ ലക്ഷ്മി ഉണ്ടായത്. അപ്പൊ ആ സിന്ധുതനയാം അവലംബ്യ സിന്ധുതനയെ മറ്റേ ഒരു കൈ കൊണ്ട് സിന്ധുതനയെ ഇനി പിടിച്ചിട്ടുണ്ട്. ഇനി വാമേതരേണ പിന്നെ വലത്തെ കൈ കൊണ്ട് വരദാഭയ പത്മചിഹ്നം, വരദാഭയങ്ങള് ആ ചിഹ്നങ്ങള് പത്മം, താമര ഇതൊക്കെ ഉണ്ട് മറ്റേ കയ്യില് എന്നുള്ളതാണ്. ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. അന്ധസ്യ മേ ഹൃതവിവേകമഹാധനസ്യ ചോരൈർമഹാബലിഭിരിന്ദ്രിയനാമധേയൈഃ മോഹാന്ധകാരകുഹരേ വിനിപാതിതസ്യ ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. ഇനി ചില കള്ളന്മാര് വന്നിട്ട് എന്റെ സ്വത്തൊക്കെ ഇല്ലാണ്ടാക്കണു എന്നുള്ളതാണ്. അന്ധസ്യ ഞാൻ അന്ധനായിട്ടുണ്ട്, കണ്ണ് കാണാണ്ടേ ആയിരിക്കണു, അതായത് വിവരം ഇല്ലാണ്ടായി എന്നർത്ഥം. അന്ധൻ എന്നുള്ളത് കണ്ണ് കാണാച്ചാൽ, കണ്ണെന്ന് വെച്ചാൽ ജ്ഞാനത്തിനുള്ള ശക്തി ഇതില്ലാണ്ടായി. അന്ധസ്യമേ ഹൃതവിവേക മഹാധനസ്യ എന്നാണ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. വിവേകം എന്നുള്ളത് ആ എന്റെ സമ്പത്ത്, വിവേകം എന്നുള്ളതാണ് വലിയ സമ്പത്താണ്. തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യരുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്ത് നശിപ്പിച്ചു കഴിഞ്ഞു, അത് കട്ടുപോയി എന്നുള്ളതാണ്. ഹൃതം ഹരിക്കപ്പെട്ടു. ഹൃത വിവേക മഹാധനസ്യ വലിയതായിട്ടുള്ള ധനം, വിവേകമാകുന്ന മഹാധനം കട്ടുപോയിട്ട് അന്ധനായി തീർന്നു ഞാൻ എന്നുള്ളതാണ്. ചോരൈഹി മഹാബലിഭിഹി മഹാബലികളായിട്ടുള്ള വളരെ ശക്തിയുള്ളതായിട്ടുള്ള ചോരന്മാര്. ഏതാണത്? ഇന്ദ്രിയങ്ങള് എന്ന് പറയുന്നതായിട്ടുള്ള ചോരന്മാരാണ്. ഇന്ദ്രിയ നാമധേയൈഹി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള അവർക്ക് പിടിച്ചു വലിക്കാൻ നല്ല ശക്തിയുണ്ട് എന്നുള്ളതാണ് ആ ഇന്ദ്രിയങ്ങൾക്ക്. ഇനി മോഹാന്ധകാര ഗുഹരേ, എന്നിട്ട് ആ അജ്ഞാനമാകുന്ന അന്ധകാരം, ഇരുട്ട്, ആ ഇരുട്ടാകുന്ന കുഹരത്തിൽ, ആ ഗുഹയിൽ വിനിപാതിതസ്യ വീണു കിടക്കുകയാണ് ഞാൻ. ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. പ്രഹ്ലാദ നാരദ പരാശര പുണ്ഡരീക വ്യാസാദി ഭാഗവത പുംഗവ നിവാസ ഭക്താനുരക്ത പരിപാലന പാരിജാത ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. പ്രഹ്ലാദൻ, നാരദൻ, പരാശരൻ, പുണ്ഡരീകൻ. അപ്പൊ ഇവിടെ പുണ്ഡരീകന്റെ കാലത്തിന് ശേഷമായിട്ടാണല്ലോ ശങ്കരാചാര്യരുണ്ടായിട്ടുള്ളത്. അപ്പൊ ആ പുണ്ഡരീകനെയും ഭക്തനായിട്ട് കൂട്ടത്തിൽ കൂട്ടി, നേരത്തെ പറഞ്ഞതായിട്ടുള്ള പാണ്ഡുരംഗ അഷ്ടകത്തിൽ പറഞ്ഞല്ലോ പുണ്ഡരീകൻ. ആ പുണ്ഡരീക വ്യാസാദി ഭാഗവത പുങ്കവൻ, അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവത് ഭക്തന്മാര്, ഭാഗവതന്മാരെന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാര്. ആ ഭഗവത് ഭക്തന്മാരിൽ പുങ്കവനായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെ ഒക്കെ, ഇവരൊക്കെ അങ്ങനെയുള്ളതായിട്ട് ഭഗവത് ഭക്തന്മാരാണ്. അവരുടെയൊക്കെ ഹൃദയത്തിൽ ഹൃന്നിവാസ, ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഹൃന്നിവാസ ഭക്താനുരക്ത പരിപാലന പാരിജാത. ഭക്തന്മാരെ അനുരക്തന്മാരായിട്ടുള്ള ആ ഭക്തന്മാരിൽ അനുരക്തനായിട്ട് അവരെ രക്ഷിക്കുന്നതിൽ പാരിജാതമായിട്ട്, അതായത് പാരിജാതം എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ആണ് ഭഗവാൻ എല്ലാ സാധനങ്ങളും ഭക്തന്മാർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. ലക്ഷ്മീ നൃസിംഹ, ലക്ഷ്മി സഹിതനായിട്ടുള്ള നരസിംഹമൂർത്തേ ദേഹി കരാവലംബം, എനിക്ക് കരാവലംബത്തെ നൽകിയാലും. ഇനി അവസാനത്തെ മാതിരി ഇതാണ് ഫലശ്രുതിയാണ്. ലക്ഷ്മീ നൃസിംഹ ചരണബ്ജ മധൂറവേന സ്തോത്രം കൃതം ശുഭകരം ഭുവി ശങ്കരേണ യേ തത്പഠന്തി മനുജാ ഹരിഭക്തിയുക്താസ്തേ യാന്തി തൽപദ സരോജമഖണ്ഡരൂപം. ലക്ഷ്മീ നൃസിംഹ ചരണബ്ജ മധുവ്രതേന ലക്ഷ്മീ നൃസിംഹന്റെ, അതായത് ലക്ഷ്മി സഹിതനായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ ചരണാബ്ജത്തിലുള്ളതായിട്ടുള്ള മധുവ്രതൻ ആണ് വണ്ട്. മധുവ്രതൻ ച വണ്ട്. അദ്ദേഹത്തിന്റെ ചരണമാകുന്ന താമരയിലാണല്ലോ വണ്ട് കളഞ്ഞ. അപ്പൊ ആ ഇവിടത്തെ താമര ഏതാണ്? ലക്ഷ്മി നരസിംഹന്റെ, ലക്ഷ്മി സഹിതനായിട്ടുള്ള നരസിംഹന്റെ പാതാരവിന്ദം. ആ പാതാരവിന്ദത്തിലെ വണ്ടാണ്
അതിനെ ഭജിക്കുന്നതായിട്ടുള്ള വണ്ടാണ് ഈ ശങ്കരൻ എന്നുള്ളതാണ് അതായത് ശങ്കരാചാര്യര്. സ്തോത്രം കൃതം ശുഭകരമായിട്ടുള്ള ഈ സ്തോത്രം രചിക്കപ്പെട്ടു. ഭൂവി ശങ്കരേണ, ഭൂമിയിൽ ശങ്കരൻ എന്ന ഈ മധുവനാൽ, ഈ മധുകരത്താൽ ഈ സ്തോത്രം രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. തത് പഠന്തി, ആരാണോ ഈ സ്തോത്രത്തെ പഠിക്കുന്നത്, മനുജാഹ, മനുജാഹ, ഏത് മനുജന്മാരാണോ ഈ സ്തോത്രത്തെ പഠിക്കുന്നത്, ഹരിഭക്തിയുക്താഹ, ഭഗവാനിൽ ഭക്തിയോടുകൂടി, ഹരിഭക്തിയുക്താഹ, ഭഗവാനിലുള്ളതായ ഭക്തിയോടുകൂടി ആരാണോ ഈ സ്തോത്രത്തെ പഠിക്കുന്നത്, പേയാന്തി, അവരെല്ലാവരും തൽപദ സരോജം, അഖണ്ഡരൂപം തൽപദ സരോജം, അഖണ്ഡമായിട്ടുള്ള ആ മുറിവൊന്നും പറ്റാത്തതായിട്ടുള്ള, അതായത് പൂർണ്ണമായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ തന്നെ പ്രാപിക്കുന്നു. യാന്തി, അവിടെ എത്തിച്ചേരുന്നു. തൽപദം, അദ്ദേഹത്തിന്റെ പദത്തിലേക്ക്, അഖണ്ഡമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പാദസരോരുഹങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതായിട്ടുള്ള ഫലശ്രുതിയോടുകൂടി ആ ശ്ലോകവും ആ സ്തോത്രവും അവസാനിപ്പിച്ചു. എന്തൊക്കെയോ പറഞ്ഞു. ഇതുമാതിരി ഇന്നലെ പറഞ്ഞത് മാതിരി തന്നെ മുഴുവനെ വൃത്തിയായിട്ടുണ്ടോ എന്നുള്ളതൊന്നും നിശ്ചയില്ല. എൻ്റെ അറിവിനനുസരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഇതിനുള്ളതായിട്ടുള്ള നിങ്ങളിലേക്ക് കാണാനല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കാനും ഈ ഏതാനും വാക്കുകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ശങ്കരാചാര്യരുടെ സ്തോത്രം അത് സ്മരിക്കാൻ, ഒന്നും കൂടി സ്മരിക്കാനായിട്ട് ഇടതന്നതായിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളോടും, ഇത് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധയോടുകൂടി ഇത്ര നേരം ഇവിടെ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളോടും എനിക്കുള്ളതായിട്ടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നമഃശിവായ എന്നേ പറയുന്നുള്ളൂ. ഹരേ ശരണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 2 മിനിറ്റ്. ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നന്ദി പ്രമേയത്തിനായി മനോജ് കുമാർ KP എന്ന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. TVSRCയുടെ ആഭിമുഖ്യത്തിൽ ശങ്കരദർശനം വെബിനാറിൽ 2ാം ദിവസമായ ഇന്ന് നമുക്കെല്ലാം വേണ്ടി ടീച്ചർ പറഞ്ഞു തന്ന ഈ പാണ്ഡുരംഗാസ്തവം, ലക്ഷ്മി നരസിംഹത്തെ കുറിച്ചുള്ള ആ വിവർത്തനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷയും അത് നമ്മളിൽ വളരെ സരളമായിട്ട് മനസ്സിലാവാൻ ഉപകരിച്ചു. TVSRCയുടെ ഇനിയുള്ള ഉദ്യമങ്ങളിലും ടീച്ചറുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്ന് പ്രാർത്ഥന ചൊല്ലിയ കുമാരി ഈശ്വരി, സ്വാഗതം പറഞ്ഞ നാരായണേട്ടൻ, ബാക്കി പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും TVSRCയുടെ പേരിലും ബാക്കി ഞങ്ങളുടെ പൂജാപഠന ഗ്രൂപ്പിന്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറെ ഇനിയും കാണാം. നന്ദി.